നമസ്കാരം. ഒറ്റമൂലികൾ രണ്ടാം ഭാഗം. ഇന്നും നടുവേദനയുടെ ബാക്കി തന്നെ പറയുകയാണ്. ഇന്നലെ 11 പ്രയോഗങ്ങൾ പറഞ്ഞിരുന്നു. നടുമിന്നൽ, പെട്ടെന്ന് നമ്മൾ കുനിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ മറ്റും വരുന്ന മിന്നൽ എന്നാണ് അതിന് ഈ ഭാഗങ്ങളിൽ പൊതുവെ ഈ പ്രദേശങ്ങളിൽ പറയാറുള്ളത്. ഇതിന് മുരിങ്ങാത്തൊലി, വെളുത്തുള്ളി, കടുക് ഇവ സമം വിനാഗിരിയിൽ, കഴിയുന്നതും ഓർഗാനിക് വാങ്ങുക, വിനാഗിരിയിൽ അരച്ചിട്ട് തേച്ചിട്ടാൽ 1 മണിക്കൂർ കൊണ്ട് ആശ്വാസം കിട്ടും. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒരല്പം ചുടുവെള്ളം പിടിക്കുക കൂടി ചെയ്താൽ വളരെ വിശേഷകരമാണ്. മറ്റൊരു പ്രയോഗം, കടുക്, ഒടിമങ്കി, കരിങ്കുറിഞ്ഞി, കരിനൊച്ചി, കേഴ ഇവ കഷായത്തിൽ പാൽ കഷായമാക്കി കഴിക്കുക. കഷായം വെച്ചതിന് ശേഷം പാല് ചേർത്ത് കുറുക്കിയിട്ട് പാൽ കഷായമാക്കി കഴിക്കുക. ഈ ഇവിടെ പറയുന്ന ഔഷധങ്ങളെല്ലാം തന്നെയാണ് നമ്മൾ നമ്മുടെ നിത്യഹരി ചൂർണത്തിൽ ചേർത്തിട്ടുള്ളത്. ഏകദേശം 10ഓളം തരം നിത്യഹരി ചൂർണങ്ങളുണ്ട് രോഗങ്ങൾക്കനുസരിച്ച് ഉപയോഗിക്കുന്നത്. ഇവിടെ നിത്യഹരി ചൂർണം അല്പം വ്യായാമങ്ങളും മാത്രം നൽകിയാണ് നമ്മൾ നടുവേദനയെ സുഖപ്പെടുത്തി വരുന്നത്. മറ്റൊരു പ്രയോഗം പറയാം. നടുവിൽ എള്ളെണ്ണ പുരട്ടുക. ശുദ്ധമായ എള്ളെണ്ണയായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒരല്പം ഒരു സ്പൂണിലെടുത്തിട്ട് ഒന്ന് ചൂടാക്കിയ ശേഷം ആ ചൂടോട് കൂടി പുരട്ടുന്നത് കൂടുതൽ വിശേഷകരമാണ്. പുരട്ടിയ ശേഷം കമിഴ്ന്ന് കിടന്ന് വെള്ളം ചൂടാക്കിയിട്ട് തുണിയിൽ മുക്കിയിട്ട് പിടിക്കുക. ഈ 3 പ്രയോഗങ്ങളും, ഇവിടെ പറഞ്ഞിട്ടുള്ള 3 പ്രയോഗങ്ങളും നടുമിന്നൽ എന്ന് പറയുന്ന അവസ്ഥയ്ക്ക് വളരെ ഗുണം ചെയ്യുന്ന പ്രയോഗങ്ങളാണ്. ഇതേപോലെ തന്നെ ഈ വെള്ളം ചൂടാക്കി ആവി കൊള്ളുന്നതിന് പകരം ധാന്യാമ്ലം അല്ലെങ്കിൽ അരിക്കാടി ചൂടാക്കിയിട്ട് ആവി പിടിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. വെള്ളം ചൂടാക്കി ആവി കൊള്ളുക എന്ന് പറയുന്ന സ്ഥലത്തെല്ലാം നമുക്ക് കിട്ടുമെങ്കിൽ ധാന്യാമ്ലമോ അല്ലെങ്കിൽ കാടിയോ ഉപയോഗിക്കാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർക്കുക. മറ്റൊരു പ്രയോഗം, വെളുത്തുള്ളി, കടുക്, മുരിങ്ങാത്തൊലി. മുരിങ്ങയുടെ തൊലി എന്ന് പറയുമ്പോൾ ഇലയല്ല എന്നോർക്കുക, മരത്തിൻ്റെ തൊലി തന്നെയാണ് ആവശ്യമുള്ളത്. ഇവ സമമെടുത്തിട്ട് വിനാഗിരിയിൽ അരച്ചിടുക. നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രയോഗമാണ്, എന്നാൽ ഇത് നടുവെട്ടൽ എന്ന അവസ്ഥയ്ക്ക് വിശേഷകരമായതുകൊണ്ട് ആവർത്തിച്ചു എന്നേ ഉള്ളൂ. മറ്റൊന്ന്, കരിനൊച്ചിയുടെ ഇലയെടുത്തിട്ട് അതിൻ്റെ നീര് കുത്തിപ്പിഴിഞ്ഞെടുക്കുക. സമം ആവണക്കെണ്ണ ചേർക്കുക. നീരെത്രയാണോ ഉള്ളത് അത്രയും ആവണക്കെണ്ണ ചേർത്തിട്ട് രാത്രി കിടക്കാൻ നേരത്ത് കഴിക്കുക. ശോധന കൂടുതലുണ്ടാകും, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നട്ടെല്ല് ഉളുക്കിപ്പോകുന്ന അവസ്ഥ ചിലർക്കൊക്കെ വരാറുണ്ട്. അതായത് കൃത്യം ഊരയുടെ ഭാഗത്തല്ലാതെ നട്ടെല്ലിന് തന്നെ ഒരു ഉളുക്ക് വരാറുണ്ട്. അതിനും നമ്മൾ ഈ പറഞ്ഞ കരിനൊച്ചി ഇലയും ആവണക്കെണ്ണയും ചേർത്ത് കഴിക്കുന്നത് വളരെ വിശേഷകരമാണ്. ഇത് നമ്മുടെ ഡിസ്കിന് റിപ്പയർ ചെയ്യാൻ കൂടി സഹായിക്കുന്നതാണ്. അപ്പോൾ ദീർഘകാലമായിട്ട് ഡിസ്ക് കംപ്ലൈൻ്റ് ഉള്ളവർ ഈ പ്രയോഗം ചെയ്തു നോക്കുന്നത് നല്ലതാണ്. അതേപോലെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന കൊട്ടൻ ചുക്കാദി തൈലം അല്ലെങ്കിൽ കുഴമ്പ്, ഇത് കർപ്പൂരാദി തൈലവും ചേർത്ത് പുരട്ടി തടവിയ ശേഷം നേരത്തെ പറഞ്ഞ പോലെ വെള്ളമോ ധാന്യാമ്ലമോ കാടിയോ ഏതെങ്കിലും തിളപ്പിച്ച് ആവി പിടിക്കുന്നതും വളരെ നല്ലതാണ്.
ഈ പ്രയോഗങ്ങളൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്തു നോക്കാവുന്നതാണ്. കൂടുതൽ വലിയ പ്രശ്നങ്ങളുള്ളവർ നമ്മുടെ നിത്യഹരി ചൂർണം ഒപ്പം ഉപയോഗിക്കുക കൂടി ചെയ്താൽ 2-3 മാസങ്ങൾ കൊണ്ട് രോഗം തിരികെ വരാത്ത വിധം മാറിപ്പോകും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. എല്ലാവർക്കും ശുഭദിനം. നമസ്തേ. നാളെ വീണ്ടും കാണാം.